ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഒരു പോയാണ്. ഓക്കെ, സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അതേപോലെ തന്നെ അപ്രിസിയേഷൻ ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവസാനം വരെ ക്ലാസ് കണ്ടിരിക്കാം. ഓക്കെ, സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സൺറൈസ് ഓൺ ദ ഹിൽസ്, നമ്മൾ എല്ലാവരും സൺറൈസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ എത്ര നാളായ ഒരു സൺറൈസ് കണ്ടിട്ട്? ചിലപ്പോൾ കുറെ നാളായിട്ടാണ് സൺറൈസ് കണ്ടിട്ട് അല്ലെ? ചിലപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ആയിരിക്കും സൺറൈസ് കാണാം. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒരു ദിവസം ഒരു കുറച്ച് നേരത്തെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ലേ? ഇല്ലേ? അപ്പോ നമ്മുടെ പോയിന്റ് എന്താണ്? സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നതും അവിടെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പ്രകൃതിയിലോട്ട് ഒന്ന് ഇറങ്ങി ചെന്നാൽ നമുക്ക് അതെല്ലാം മാറി പ്രകൃതി നമ്മളെ കംഫർട്ട് ചെയ്യും എന്നൊരു ആശയം കൂടിയും ഈ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. ലോങ്ഫെല്ലോ. ഓക്കെ, അതാണ് നമ്മുടെ ഓതറിന്റെ പേര്. നമുക്ക് നേരെ നോക്കാം. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഓരോ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറെ കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണിത്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പിക്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിക്ചർ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മളോട് ആദ്യം പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ പ്രകൃതിയിൽ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ പ്രകൃതിനോട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത ഇതിന് ആദ്യം കുറച്ച് വലിയ സ്റ്റാൻസ് ആണ്, പിന്നെ കുറച്ച് ചെറിയ സ്റ്റാൻസ് ആണ്, പിന്നെ ഭയങ്കര ചെറിയൊരു സ്റ്റാൻസ് ആണ്. അങ്ങനെയാണ് ഈ ഒരു പോയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. I stood upon the hills when the heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun-clave vales. നോക്കാം, I stood upon the hills. അപ്പോൾ നമ്മുടെ പോയിന്റ് പറയാനുള്ളത്, പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത്? stood upon the hills, അതായത് ഹിൽസിന് മുകളിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്. when heaven's wide arch. ഓക്കെ, പിന്നെ പറയുന്ന കാര്യമാണത് when heaven's wide arch. നമ്മൾ എല്ലാവരുടെയും എന്താണ്, എല്ലാവരും മനസ്സിൽ കണ്ടിരിക്കണം ഹെവൻ എവിടെയാണ്? ആകാശത്താണെന്നാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് എന്ത് തന്നെയാണ്? സ്കൈ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് എന്താണ്? സ്കൈ ആണ്. ഓക്കെ, വാസ് ഗ്ലോറിയസ് വിത്ത് സൺസ് റിട്ടേണിംഗ് മാർച്ച്. ഓക്കെ, ഗ്ലോറിയസ് വെച്ചാൽ എന്താണ്? ഗ്രേറ്റ് അല്ലെങ്കിൽ എന്താണ്? ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, എന്താണ്? ഗ്രേറ്റോ ഗ്രാൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള മീനിങ് ആണ് എന്ത്? ഗ്ലോറിയസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, was glorious with the sun's returning march. sun's returning march എന്ന് പറഞ്ഞോടെ മീൻ ചെയ്യുന്നത് എന്താണ്? സൺറൈസ് ആണ്. സൺസ് റിട്ടേണിംഗ് മാർച്ച് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്താണ്? സൺറൈസ് ആണ്. ഓക്കെ, ആൻഡ് വുഡ്സ് were brightened. ഓക്കെ, വുഡ്സ് എന്ന് പറഞ്ഞോടെ മീൻ ചെയ്യുന്നത് എന്താണ്? കാടാണ് കേട്ടോ. വുഡ്സ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്താണ്? കാടാണ് വുഡ്സ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. വുഡ്സ് were brightened and soft gales. soft gales, gales എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യുന്നത് കാറ്റാണ്. എന്താണ്? കാറ്റിനാണ് ഗെയിൽസ് എന്ന് പറയുന്നത്. when forth to kiss the sun-clave vales. ഇവിടെ വെയിൽസ് എന്ന് പറഞ്ഞാൽ വാലി ആണ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലി ആണ്. സൺ ക്ലേഡ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് സൺ കളേർഡ്. ആ ഒരു എന്താണ്? സൂര്യൻ എന്നാണ് ഉദിച്ചു വരുമ്പോൾ ആ ഒരു കളറിനെയാണ് സൺ ക്ലേഡ് എന്ന് പറയുന്നത്. അപ്പൊ സൺ ക്ലേഡിന്റെ മീനിങ് എന്താണ്? സൺ കളേർഡ് എന്നാണ്. ആദ്യം തന്നെ മിസ് മീനിങ് ഒക്കെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. നോക്കാം. I stood upon the hills. ഞാൻ എന്താണ്? ഹിൽസിന്റെ മുകളിൽ നിൽക്കുമ്പോ when heaven's wide arc, ആകാശത്ത്, heaven's wide arc എന്ന് വെച്ചാൽ എന്താണ്? ആകാശത്ത് എന്താണ്? was glorious with sun's returning march. അതായത് സൺ എന്താണ്? പിറ്റേ ദിവസം എന്താണ്? കിടന്നുറങ്ങി പിന്നെ ഒരു മാർച്ച് കഴിഞ്ഞ് വരികയാണ്. എന്താണ് മീൻ ചെയ്യുന്നത്? സൺറൈസ് ആണ്. ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ആണ്. ആൻഡ് വുഡ്സ് were brightened. ആ ഒരു സൺറൈസിൽ ആ ഒരു പ്രകാശം കൊണ്ട് കാടെല്ലാം എന്തായി തുടങ്ങി? ബ്രൈറ്റൺ, അവിടെയൊക്കെ വെട്ടം വരാൻ തുടങ്ങി. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് went forth to kiss the sun-clave valleys. അത് മാത്രല്ല, ആ ഒരു സൺറൈസിന്റെ സമയത്ത് ആ ഒരു ഇളം കാറ്റ്, ആ ഒരു ഫോർത്ത് ഗെയിൽസ്, സോഫ്റ്റ് ആയിട്ടുള്ള ഗെയിൽസ് എന്താണ്? went forth to kiss the sun-clave valleys. ആ ഒരു നല്ല മൃദുലമായ ഒരു കാറ്റ് എന്നാണ്? സൺ ക്ലേവ്ഡ്. ആ ഒരു സൺ കളേർഡ് ആയിട്ടുള്ള ഒരു വാലീസിനെ വന്നിങ്ങനെ കിസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ട് കാറ്റടിച്ചു, അത്രേ ഉള്ളൂ. രാവിലെ എന്താണ്? നേരം വെളുത്തു, ആ ഒരു സൂര്യൻ വന്നു, അങ്ങോട്ട് എന്താണ്? ഒരു വാലിയിലോട്ട് കാറ്റടിച്ചു. ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഭയങ്കര പോയറ്റിക് ആയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ went forth to kiss the sun-clave valleys എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്.
ഇതിൽ ഒരുപാട് പോയിറ്റിക് ഡിവൈസ് വരുന്നുണ്ട്. ഈ വെൻ ഫോർത്ത് വാലീസ് എന്ന് പറയുന്നത് എന്ത് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്നത് എന്ത് എക്സാമ്പിൾ ആണ്? മെറ്റഫർ ആണ്. ഓക്കെ, എന്താണ്? മെറ്റഫർ ആണ്. അത് സ്കൈനെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്കൈനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അത് എന്താണ്? അവിടെ മെറ്റഫർ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസിലോട്ട് പോവാം. The clouds were far beneath me, bathed in light. They gathered midway round the wooded height, and in their fading glory shone like hosts battle overthrown. നോക്കാം അവിടെ എന്താണ്? The clouds were far beneath me. Clouds എന്താണ്? ഒരുപാട് അടിയിലാണ്. അതായത് നമ്മുടെ പോയിറ്റ് ഇവിടെ നിൽക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും എന്താണ് ഇപ്പൊ ഈ മൂന്നാർ അതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ പോകുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ ക്ലൗഡ്സ് നിൽക്കണം, നമ്മൾ മുകളിലും ക്ലൗഡ്സ് അടിയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. The clouds were far beneath me. Clouds എന്താണ്? നമ്മുടെ പോയിന്റിലും അടിയിലാണ്. എന്താണ്? beneath വെച്ചാൽ എന്താണ്? അടിയിലാണ് ഉള്ളത്. ഓക്കെ, bathed in light എന്താണ്? bathed in light എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. bathed in light എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ആ ഒരു ക്ലൗഡും അതേപോലെ തന്നെ എന്താണ് അവിടെയുള്ള എന്താണ് നമ്മുടെ ആ ഒരു മൗണ്ടെയിൻ ഒക്കെ എന്താണ് ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കാണ്. ലൈറ്റിൽ എന്താണ് ഇങ്ങനെ കുളിച്ച് നിൽക്കണം. അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്താണ്? എക്സാമ്പിൾ ആണ്. They gathered midway round the wooded height. ഓക്കെ, ഇവിടെ wooded height എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? ഹിൽസ് ആണ്, അല്ലെങ്കിൽ എന്താണ്? മൗണ്ടെയിൻ ആണ്. ഹിൽസ് അല്ലെങ്കിൽ എന്താണ്? മൗണ്ടെയിൻ ആണ് അവിടെ എന്തെന്ന് പറയുന്നത്? വുഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ദേ ഗാദേർഡ് മിഡ്വേ, അതായത് അവരെല്ലാരും എന്താണ് ഇവിടെ കണ്ടില്ലേ? നമ്മുടെ ഈ ഒരു മൗണ്ടെയിൻ കണ്ടില്ലേ? ഈ മൗണ്ടെയിന് ചുറ്റുമായിട്ട് ഈ മിഡ്വേയിലായിട്ട് എന്ത് ഗ്യാദർ ചെയ്തേക്കാണ്? ആ ക്ലൗഡ്സ് ഒക്കെ ഗ്യാദർ ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത്? ദേ ഗാദേർഡ് മിഡ്വേ റൗണ്ട് ദ വുഡഡ് ഹൈറ്റ്. അത് മൗണ്ടെയിനെയാണ് അത് ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദർ ഫേഡിംഗ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. ഓക്കെ, ഇവിടെ എന്താണ്? ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്തോൺ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണ്? യുദ്ധത്തിൽ തോറ്റ പടയാളികളെ പോലെ. എന്താണ്? യുദ്ധത്തിൽ തോറ്റെന്നാണ് പടയാളികളെ പോലെ. ഞാനിവിടെ എഴുതാം. യുദ്ധത്തിൽ എന്താണ്? തോറ്റ പടയാളികളെ പോലെ. പടയാളികൾ, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. അതായത് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ, യുദ്ധത്തിൽ തോറ്റ പടയാളികളെ പോലെ എന്താണ്? ആൻഡ് ഇൻ ദർ ഫേഡിങ് ഗ്ലോറി ഷോൺ. അതായത് ഷോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈനിന്റെ V2 ഫോം ആണ് ഷോൺ എന്ന് പറയുന്നത്. ഷൈനിന്റെ V2 ഫോം ആണ് എന്തെന്ന് പറയുന്നത്? ഷോൺ എന്ന് പറയുന്നത്. അതായത് അവർ ആ ഒരു ഗ്ലോറി എന്ത് ചെയ്യാൻ തുടങ്ങി? ഫെയ്ഡ് ആവാൻ തുടങ്ങി. അവരൊരു ഗ്ലോറി ആയിരുന്നാണ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഭംഗി എന്താവാൻ തുടങ്ങി? ഫെയ്ഡ് ആവുന്ന ടെമ്പററി ഗ്ലോറി ആണത്. ഫെയ്ഡിന്റെ മീനിങ് അവിടെ എന്താണ്? മങ്ങിപ്പോകുന്നതിൽ എന്താണ്? ഈ ടെമ്പററി എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്ലോറി എന്ത് ചെയ്യാൻ തുടങ്ങി? ഫെയ്ഡ് ആവാൻ തുടങ്ങി. എന്തുപോലെ? യുദ്ധത്തിൽ തോറ്റ പടയാളികളെ പോലെ. പടയാളികൾ ആദ്യം വരുമ്പോ എന്തായിരിക്കും? ഭയങ്കര ഓറായിരിക്കും അവർക്ക് അല്ലെ? പക്ഷെ അവർ തോറ്റു കഴിഞ്ഞാൽ അതെല്ലാം പോയി. അത് ഞാനവിടെ മീൻ ചെയ്യുന്നത്. ആദ്യം അവർ എന്താണ്? ഭയങ്കര ഭംഗിയിലൊക്കെ വന്നു, പിന്നെ പക്ഷെ അവരെ പഴയ പോയി അവർ എന്ത് ചെയ്തു? അവരെ ഗ്ലോറി പോയി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്ക് ഇനി നേരെ നെക്സ്റ്റ് സ്റ്റാൻസിലോട്ട് പോവാം. As many a pinnacle with shifting glance through the grey mist thrust up its shattered lands, and rocking on the cliff was left the dark pine blasted bare and cleft. Okay, നോക്കാം. ഇനി അടുത്തത് പറയാണെന്ത്? പിനക്കിൾ. പിനക്കിൾ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് പീക്ക് ഓഫ് ഹിൽസ് ആണ് കേട്ടോ. പിനക്കിൾ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? പീക്ക് ഓഫ് ഹിൽസ്. അതായത് ഹിൽസിന്റെ കൂർന്ന ഭാഗത്തിനാണ് പിനക്കിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗം കണ്ടില്ല, ഇതിനാണ് എന്തെന്ന് പറയുന്നത്? പിനക്കിൾ എന്ന് പറയുന്നത്. പിനക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പീക്ക് ഓഫ് ഹിൽസിനെയാണ് എന്തെന്ന് പറയാ? പിനക്കിൾ എന്ന് പറയാ. ഓക്കെ, ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് എന്താണ്? മങ്ങിയും തെളിഞ്ഞും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. മങ്ങിയും തെളിഞ്ഞും. മങ്ങിയും തെളിഞ്ഞും. അതായത് ആ ഒരു പിനക്കിൾ എന്താണ്? മങ്ങിയും തെളിഞ്ഞാണ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ത്രൂ ദ ഗ്രേ മിസ്റ്റ് തസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ്. ഷാറ്റേർഡ് ലാൻഡ്സ് എന്താണ്? ലാൻഡ്സ് എന്ന മീനിങ് കുന്തം എന്നാണ് മീനിങ് കേട്ടോ. ലാൻഡ്സിന്റെ മീനിങ് എന്താണ്? കുന്തം എന്നാണ് മീനിങ്. ഷാറ്റേർഡ് ലാൻഡ്സ് എന്താണ്? ഒടിഞ്ഞു പോയ ഒരു കുന്തത്തിന്റെ പോലെ. ഒടിഞ്ഞു പോയ ഒരു കുന്തത്തിന്റെ പോലെ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈ പിനക്കിൾ എന്താണ്? ഒടിഞ്ഞു പോയൊരു കുന്തത്തിന്റെ പോലെയാണ് ഇരിക്കുന്നത്. അതെന്താണ്? ചെറുതായിട്ട് ഒളിഞ്ഞും മങ്ങിയും നമുക്ക് എന്ത്
ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തിന്റെ ഇടയിൽ കൂടി? ഗ്രേ മിസ്റ്റിന്റെ ഇടയിൽ കൂടി. ഇവിടെ കണ്ടില്ലേ മിസ്റ്റ് കണ്ടില്ലേ, ഫോഗ് കണ്ടില്ലേ? ആ ഫോഗിന്റെ ഗ്രേ കളർ ആയിട്ടുള്ള ഫോഗിന്റെ ഇടയിൽ കൂടി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ആ ഒരു പിനക്കിള് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഒരു ഒടിഞ്ഞ കുന്തത്തിന്റെ പോലെയാണ് ആ ഒരു പിനക്കിള് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. നോക്കാം, അത് മാത്രല്ല എന്താണ് അവിടെ ഒരു ക്ലിഫ്, അതായത് എന്താണ് ക്ലിഫ് എന്ന് വെച്ചാൽ എന്താണ്? മോൾ ഭാഗം, മറ്റ ഭാഗം എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ആ ഒരു ഹില്ലിന്റെ ക്ലിഫില് എന്താണ്? എ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ്. നോക്കി, ഇവിടെ ഒരു പൈൻ ആണ് ഈ കാണിക്കുന്നത്, ഇതാണ് പൈൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ബ്ലാസ്റ്റ് ആയി കിടക്കാണ്. എന്താണ് ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ? എന്താണ് അതിന്റെ എന്തോ ഇങ്ങനെ കത്തിയ പോലെ കിടക്കാണ്. ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. ബെയർ എന്ന് വെച്ചാൽ എന്താണ്? ബെയർ എന്ന് വെച്ചാൽ എന്താണ്? നേക്കഡ് എന്നുള്ള മീനിങ് ആണ്. ബെയറിന്റെ മീനിങ് എന്താണ്? നേക്കഡ് എന്നുള്ള മീനിങ് ആണ്. ബെയർ ഫുട്ടഡ് എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ നേക്കഡ് എന്നുള്ള മീനിങ് ആണ്. ഇത് നേക്കഡ് ആയിട്ട് ഒറ്റയ്ക്ക് ആ ഒരു പൈൻ ട്രീ എന്താണ്? ബ്ലാസ്റ്റഡ് ആയിട്ട് അവിടെ കിടക്കാണ്. മനസ്സിലായോ? ക്ലെഫ്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ബ്രോക്കൺ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ക്ലെഫ്റ്റിന്റെ മീനിങ് എന്താണ്? ബ്രോക്കൺ എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് പോവാം. The veil of clouds was lifted, and below glowed the rich valley, and the river's flow was darkened by the forest shade or glistened in the white cascade. നോക്കാം, ഇനി പറയുന്നതാണ് the veil. veil എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? തട്ടം എന്നുള്ള മീനിങ് ആണ്. വെയിലിന്റെ മീനിങ് എന്താണ്? തട്ടം എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി പറയുന്ന കാര്യമാണത് the veil of cloud was lifted. അതായത് എന്താണ്? ആ ഒരു മറ നിന്നിരുന്ന ആ ഒരു ക്ലൗഡ്സ് ഒക്കെ ലിഫ്റ്റഡ് ആയി പോയി, അതൊക്കെ നീങ്ങിപ്പോയി. and below glowed the rich valley. ആ ഒരു റിച്ച് ആയിട്ടുള്ള വാലിയുടെ എന്താണ്? അടിയിലായിട്ട് the river's flow was darkened by the forest shade. അതായത് എന്താണ്? ഒരു റിവറിന്റെ എന്താണ്? ഫ്ലോ കാണിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റിവറിന്റെ ഫ്ലോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു റിവറിന്റെ ഫ്ലോ കാണാനായിട്ട് പറ്റും. was darkened by the ഫോറസ്റ്റ് ഷെയ്ഡ്. അതായത് അതിന്റെ അറ്റങ്ങളൊക്കെ ഇവിടെ കണ്ടില്ല, ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടാണ്, കറക്റ്റ് ആയിട്ട് ആ റിവർ കാണാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ആ ഒരു ഫോറസ്റ്റ് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ റിവർ കാണാനായിട്ട് പറ്റുന്നില്ല. ഓർ ഗ്ലിസ്റ്റേൺ ഇൻ ദ വൈറ്റ് കാസ്കേഡ്. പക്ഷെ എന്നിട്ടും എന്താണ്? അവിടെ നന്നായിട്ട് എന്ത് ഗ്ലിസ്റ്റർ ചെയ്യുന്നത്? ആ ഒരു വൈറ്റ് കാസ്കേഡ്. കാസ്കേഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വാട്ടർഫോൾ എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അവിടെയുള്ള ഒരു വാട്ടർഫോൾ എന്താണ്? നന്നായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? തിളങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഗ്ലിസ്റ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? തിളങ്ങുക. അവിടെ എന്താണ്? ആ ഒരു മേഘങ്ങളൊക്കെ മാറി ആ ഒരു ഫോറസ്റ്റിന്റെ ഷെയ്ഡ് വന്നതിനെ മറിച്ചെങ്കിലും പക്ഷേ ആ ഒരു എന്താണ്? വൈറ്റ് കാസ്കേഡ് പോലെയുള്ള എന്ത്? ആ ഒരു വാട്ടർഫോൾ നന്നായി തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Were upward in the below bush of day, the noisy bittern wheeled its spiral way. നോക്കാം, ഇനി അതിന്റെ അടിയിലായിട്ട് അപ്വാർഡ് എന്താണ്? അടിയിലായിട്ട് എന്താണ്? മെല്ലോ ബഷ് ഓഫ് ഡേ. മെല്ലോ ബഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇളം റെഡ് കളർ എന്നുള്ള മീനിങ് ആട്ടോ. ഇളം റെഡ് എന്നാണ് ബ്ലഷ് എന്ന് പറയുന്നത്. നമ്മള് ബ്ലഷ് ഇടില്ലേ, അതിനാണ്. അതേപോലെ പറയുന്നത് ഇളം റെഡ് കളർ ആണ് കേട്ടോ. ഇളം റെഡ് കളർ ആയിട്ടുള്ള ആ ഒരു ആകാശത്ത് ദ നോയ്സി ബിറ്റേൺ. ബിറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ പക്ഷിനെ പറയുന്ന പേരാണ് ബിറ്റേൺ ട്ടോ. നോയ്സി ബിറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പക്ഷിക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഓക്കെ, ആ ഒരു പക്ഷി എന്താണ്? വീൽഡ് ഇസ് സ്പൈറൽ വേ. അത് എന്താണ്? ഭയങ്കര കറങ്ങി ഇങ്ങനെ എന്താണ്? അവിടെ കറങ്ങി ഒച്ചെടുത്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറയാനെന്താ? ആ ഒരു നിശബ്ദമായ ഒരു നേച്ചറിൽ, ഭയങ്കര ഭംഗിയുള്ള നേച്ചറിൽ എന്താണ്? ആ ഒരു പക്ഷിയുടെ സൗണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാം. ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ്. ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ് എന്താണ്? പതഞ്ഞ് ഒഴുകുക എന്നുള്ളൊരു മീനിങ് ആണ് ട്ടാ. പതഞ്ഞ് ഒഴുകുക, ഒഴുകുക എന്നുള്ള മീനിങ് ആണ് വാട്ടർ ഡാഷ്. അതായത് പതഞ്ഞൊഴുകുന്ന എന്താണ്? ഒരു വാട്ടർ ഡാഷ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഐ സോ ദ കറന്റ് വേൾ ആൻഡ് ഫ്ലാഷ്. കറന്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഒഴുക്ക് എന്നുള്ള മീനിങ് ആണ്. കറന്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഒഴുക്ക് എന്നുള്ള മീനിങ് ആണ്. വേൾ എന്ന് വെച്ചാൽ എന്താണ്? ട്വിസ്റ്റ് ചെയ്യുക, ട്വിസ്റ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണേ ഒഴുകണയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പോയറ്റിന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. റിച്ച്ലി എന്ന് വെച്ചാൽ എന്താണ്? ഫലഭൂയിഷ്ടമായെന്ന് പറയില്ല, അതിനാണ് റിച്ച്ലി എന്ന് പറയുന്നത് കേട്ടോ. ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. അതായത് ഇതേപോലെ തന്നെ നല്ല ബ്ലൂ ലേക്ക് ആയിട്ടുള്ള സിൽവർ ബീച്ച്. അതായത് വെള്ളത്തിന്റെ കളർ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയ കളർ എന്താണ്? സിൽവർ ആണ്. ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് ബ്രീസ്. ഇവിടെ ഇതിൽ കാണുന്ന പോലെ തന്നെ കണ്ട വുഡ്സ് ഒക്കെ എന്താണ്? ബെൻഡ് ചെയ്യുന്ന കണ്ടില്ല. അതായത് എന്താണ്? ഈ ഒരു നമ്മുടെ ഈ ഒരു ലേക്കിന്റെ അവിടേക്ക് എന്താണ്? വുഡ്സ് ഒക്കെ എന്താണ്? ഭയങ്കര ബെൻഡ് ചെയ്ത് ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ബാക്കി നോക്കാം.
The over vale with gentle swell, the music of village bell came sweetly to the echo giving hills. Okay, പിന്നെ പറയുന്ന കാര്യമാണെന്ത്, ആ ഒരു ഇവിടെ ഓവർ എന്നാണ് കേട്ടോ. ഓവർ ദ വേൽ, അതായത് ആ ഒരു വേൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, വാലി എന്നാണ് മീനിങ്. വേലി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, വാലി എന്നാണ് മീനിങ് കേട്ടോ. അതായത് ആ ഒരു വാലിയുടെ മുകളിലായിട്ട് വിത്ത് ജെന്റൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു മ്യൂസിക്കിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലായില്ലേ, ഇത് കണ്ടില്ലേ, ഇത് മ്യൂസിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക് എവിടെ നിന്നാണ് വരുന്നത്, അത് വില്ലേജിലുള്ള ഒരു ബെല്ലി എന്നാണ് ഈ ഒരു മ്യൂസിക് വരുന്നത്. Came sweetly to the echo giving hills. ആ ഒരു മ്യൂസിക് എന്താണ്, ആ ഒരു എക്കോ ഉള്ള ആ ഒരു ഹിൽസിലൂടെ എന്താണ്, ആ ഒരു മ്യൂസിക് ഇങ്ങനെ പറന്ന് നടക്കാണെന്നാണ് പറയുന്നത്. ആ ഒരു ബെല്ലിന്റെ സൗണ്ട് ഇങ്ങനെ പറന്ന് നടക്കാണ്. ഓക്കെ, ബാക്കി നോക്കാം. The wild horn whose voice the woodland fills was ringing to the merry shout that faint and far the glen sent out, were answering to the sudden short thin smoke through thick-leaved branches from the dingle brook. Okay, ബാക്കി നോക്കാം. ഇവളുടെ വൈൽഡ് ഹോൺ എന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന തരം കാഹളത്തിനാണ്. ഹണ്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഹോണിനാണ് വൈൽഡ് ഹോൺ എന്ന് പറയുന്നത് കേട്ടോ. ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്, അതായത് ആ ഒരു വൈൽഡ് ഹോണിലൂടെ ആ ഒരു ഹണ്ടേഴ്സ് എന്താണ് ഒച്ചെടുക്കുന്ന ആ ഒരു സൗണ്ട് എന്നാണ് ഒരു വുഡ്ലാൻഡ് മൊത്തം, ആ ഒരു കാട് മൊത്തം. വുഡ്ലാൻഡ് എന്താണ്, ആ ഒരു ഫോറസ്റ്റിനാണ് വുഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ആ കാട് മൊത്തം ഇങ്ങനെ ഫില്ലായി കിടക്കാണ്, കാട് മൊത്തം എന്തായി കിടക്കാണ്, ഫില്ലായി കിടക്കാണ്. വാസ് റിംഗിങ് ടു ദ മെരി ഷൗട്ട്. മെരി ഷൗട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഹാപ്പി. ആ ഒരു ഹാപ്പി സൗണ്ട് എന്താണ് അവിടെ മൊത്തം കേട്ടോണ്ടിരിക്കുകയാണ്. That faint and far the glen sent out were answering to the sudden short thin smoke. അപ്പൊ അവിടെ പെട്ടെന്ന് എന്താണ് ഒരു ഗൺ സൗണ്ട് കേൾക്കാണ്, ഒരു ഗണ്ണ് വെടിവെച്ച് വെച്ചെന്നാണ് അവിടെ മൊത്തം ഇങ്ങനെ കേൾക്കാണ്. അത് മാത്രമല്ല അതിന്റെ സ്മോക്ക് ഒക്കെ പുറത്തോട്ട് വരണ്ട്. ഇവിടെ കണ്ടില്ലേ സ്മോക്ക് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, ആ ഒരു സ്മോക്ക് ഒക്കെ എന്താണ് ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ പുറത്തോട്ട് വരണ്ട്. ദോ thick leaved branches from the dingle brook. ഡിങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു താഴ്വാരം എന്നാണ് ഡിങ്കിളിന്റെ മീനിങ് കേട്ടോ. ഡിങ്കിളിന്റെ മീനിങ് എന്താണ്, താഴ്വാരം എന്നാണ് ഡിങ്കിളിന്റെ മീനിങ്. ആ ഒരു താഴ്വാരം എന്താണ്, പൊട്ടിത്തെറിക്കുന്ന പോലെ അവിടേക്ക് എന്താണ്, അവിടെ മൊത്തം ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ മൊത്തം എന്തുകൊണ്ടിരിക്കുകയാണ്, സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കി നോക്കാം. If though art worn and heart beset with sorrows that thou wouldest forget, if thou wouldest read a lesson that will keep, if thou art worn and heart beset with sorrows that thou wouldest forget. അയ്യോ, ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നാണ്. ഓക്കെ, ഇത് നോക്കിയാൽ മതി. They heard from fainting and they soul from sleep. Go to the woods and hills, no tear dim sweet look that nature bears. നോക്കാം. If though, ഇവിടെ though എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നീ എന്നാണ്. നീ എന്താണ്, if though art worn എന്ന് വെച്ചാൽ എന്താണ്, ടയേർഡ്. worn എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, ടയേർഡ്. ആൻഡ് ഹാർഡ് ബെസറ്റ് എന്ന് വെച്ചാൽ എന്താണ്, കഷ്ടപ്പാട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, കഷ്ടപ്പാട്. ഓക്കെ, നീ എന്താണ്, ടയേർഡ് ആണ്, നീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, ദാറ്റ് വുഡ്, അതായത് നിനക്ക് നീ മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, അതാണ് വുഡസ്റ്റ് ഫോർഗെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, നോക്കേ, if thou wouldest read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods. അതായത് നിനക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, ഗോ ടു ദ വിഡ്സ്. നീ എങ്ങോട്ട് പോവുക, കാട്ടിലേക്ക് പോവുക, ഹിൽസിലേക്ക് പോവുക, നേച്ചറിനെ നീ എന്ത് കണക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ്. അതായത് എന്താണ്, നിങ്ങൾക്ക് നേച്ചർ എന്തായാലും എപ്പോഴും എന്ത് തരുള്ളൂ, സമാധാനം മാത്രമേ തരുള്ളൂ എന്നാണ് ഇതിൽ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറയുന്നു ഇതിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേച്ചറിനായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നാണ് ഇതിന്റെ മെയിൻ തീമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിനെയാണ് ഈ ഒരു പിക്ചറോടെ കാണിച്ചേക്കണം. അവിടെ പിക്ചർ ആക്കാനുള്ള സ്ഥലം ഇല്ലാത്തതാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളുടെ എന്താണ്, നമ്മൾ ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് എന്താണ് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ നേച്ചറിനൊക്കെ നോക്കി അതിനെന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് ആസ്വദിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ചുകൂടി നേച്ചറിനായിട്ട് കണക്ട് ആണ് എന്നാണ് ഈ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നേരെ ഇതിന്റെ അപ്രീസിയേഷൻ നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. The poem Sunrise on the Hill is a beautiful lyric written by Henry Wadsworth Longfellow എന്നാണ് ഓതറിന്റെ ശരിക്കുള്ള പേരിട്ട ഫുൾ നെയിം അതാണ്. എ ഫേമസ് അമേരിക്കൻ പോയറ്റ്. അതായത് ഈ ഒരു പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പോയം റിട്ടൺ ചെയ്ത ആരാണ്, ഹെൻറി വാട്സ്വർത്ത് ആണ്. എ ഫേമസ് അമേരിക്കൻ പോയറ്റ്, അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, നേച്ചറിന്റെ ബ്യൂട്ടിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ കംഫർട്ട് us when we were
were facing difficulties. അതായത് നമ്മൾ എങ്ങനെയാണ് അത് കംഫർട്ട് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ നേച്ചർ നമ്മൾ എങ്ങനെയാണ് കംഫർട്ട് ചെയ്യുക എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, in the first stanza the poet stands on hills. ഈ പോയിറ്റ് ഇതിലെ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പോയിറ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഹിൽസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. taking in the ഗ്ലോറിയസ് സൺഷൈൻ, അതായത് അദ്ദേഹം എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ആ ഒരു സൺഷൈനെ വരവേൽക്കാനായിട്ട് അദ്ദേഹം ആ ഒരു ഹിൽസിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഹി സീസ് ദ ഫോറസ്റ്റ് ബ്രൈറ്റൺ, ദ വാലീസ് ഫിൽഡ് വിത്ത് സൺലൈറ്റ്. അദ്ദേഹം എന്ത് കാണുന്നുണ്ട്? ആ ഒരു ഫോറസ്റ്റ് ബ്രൈറ്റ് ആവുന്നതും അത് മാത്രമല്ല എന്താണ് ആ ഒരു വാലി മൊത്തം സൺഷൈൻ ആയിട്ട് നിറയുന്നതും അദ്ദേഹം കാണുന്നുണ്ട്. ആൻഡ് ദ ക്ലൗഡ്സ് ബാത്ത് ഇൻ ലൈറ്റ്, അത് മാത്രമല്ല ആ ഒരു ക്ലൗഡ്സ് മൊത്തം ആ ഒരു മേഘങ്ങൾ മൊത്തം എന്തിൽ നനയാണ്? എന്തിൽ കുളിക്കുകയാണെന്നാണ് പറയുന്നത്? ആ ഒരു ലൈറ്റിൽ കുളിക്കുകയാണെന്നാണ് പറയുന്നത്. ആസ് ദ മിഡ്സ് ക്ലിയേഴ്സ് ഹി നോട്ടീസസ് ദ mountain peaks with the rich valley and the flowing river. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? ആ ഒരു മൗണ്ടൈന്റെ പീക്ക്, നമ്മൾ പിന്നക്കൽ എന്ന് പറഞ്ഞില്ലേ, അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വാലിയിൽ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലോയിങ് റിവറിനെ പറ്റിയും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ബേർഡ്സ് ഫ്ലൈ അവേ chirping noisily as the dawn breaks into morning. അദ്ദേഹം എന്താണ് ആ ഒരു മോർണിംഗിൽ ആ ഒരു നിശബ്ദത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബേർഡ്സ് പറന്നു പോകുന്നതും അവർ ഒച്ചുണ്ടാക്കുന്നതും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ പോയിറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കി നോക്കാം. The second stanza focuses on the sounds he hears while looking at the blue lake. പിന്നെ പറയുന്ന എന്താണ്? സെക്കൻഡ് സ്റ്റാൻസ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? അദ്ദേഹം കേൾക്കുന്ന സൗണ്ടുകളെ പറ്റി, ആ ഒരു ബ്ലൂ ലേക്കിൽ വെച്ച് അദ്ദേഹം കേൾക്കുന്ന സൗണ്ടുകളെ പറ്റിയാണ് സെക്കൻഡ് സ്റ്റാൻസ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. He hears the water rushing, the village bell echoing sweetly and wild horn filling the woodland. അദ്ദേഹം എന്തൊക്കെ ശ്രദ്ധിക്കുന്ന? ആ ഒരു വാട്ടറിന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വില്ലേജ് ബെല്ല് ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ് ആ ഒരു വൈൽഡ് ഹോൺ, ആ ഒരു വുഡ്ലാൻഡിനെ മൊത്തം ഫിൽ ചെയ്യുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. സ്മോക്ക് റൈസസ് ഫ്രം ഹട്ട്സ് ഇൻ ദ വാലി, അതായത് എന്താണ് ആ ഒരു വാലിയിലുള്ള ഹട്ട്സിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരുന്നുണ്ട്? സ്മോക്ക് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആഡിങ് ടു ദ സെറൻ അറ്റ്മോസ്ഫിയർ, അതൊക്കെ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ആഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദ ഫൈനൽ സ്റ്റാൻസ കൺവേ ദ പോയംസ് മെസ്സേജ്. ലാസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് പോയത്തിന് നമ്മളോട് എന്താണോ പറയാനുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇഫ് യു ആർ ടയേർഡ് ആൻഡ് ട്രബിൾ വിസിറ്റ് നേച്ചർ ടു ഫൈൻഡ് പീസ്. അതായത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? നേച്ചറിനെ കോണ്ടാക്ട് ചെയ്യാൻ, നേച്ചറിന്റെ അടുത്തോട്ട് ചെല്ലാനാണ് പറയുന്നത്. ഓക്കെ, ദ പോയറ്റ് ഇൻവൈറ്റ്സ് us to escape to the forest and hills to forget our sorrows. അതായത് പോയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ് സോറോസിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹിൽസിലേക്കോ ഫോറസ്റ്റിലേക്കോ പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. എ ബ്യൂട്ടിഫുൾ സൺഷൈൻ ക്യാൻ അപ്ലിഫ്റ്റ് ഇവൻ ദ ഗ്ലൂമിയസ്റ്റ് പേഴ്സൺ. അതായത് നല്ലൊരു ഭംഗിയുള്ള സൺഷൈൻ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഗ്ലൂമിയസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ എന്താണ് ഹാപ്പി ആക്കാനായിട്ട് എന്തിനു പറ്റുന്നതാണ് പറയുന്നത്? നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസിന് പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫില്ലിംഗ് ദം വിത്ത് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. അവർ എന്തുണ്ടാക്കുക? ഈ സൺഷൈൻ എന്തുണ്ടാക്കുന്നാണ് പറയുന്നത്? അവരിലൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ ഉണ്ടാക്കുമെന്നാണ് പോയിറ്റ് പറയുന്നത്. ലോങ്ഫെല്ലോ യൂസസ് എക്സ്ക്യൂസിറ്റ് ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് നേച്ചർ സൈറ്റ്സ് സൗണ്ട്സ് ആൻഡ് മൂവ്മെന്റ്സ്. ഓക്കെ, Longfellow ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. He employs various literary devices to emphasize his theme, making the poem highly musical and rhythmic. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന എന്താണ് പോയട്രി ഡിവൈസസ് കുറച്ച് പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ ഒക്കെ ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, the rhythmic couplets and alliteration add to its melodious quality, creating a soothing effect. ഇത് എനിക്ക് എല്ലാ എന്താണ് അപ്രീസിയേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ്. ദ പോയം സ്ട്രക്ചർ ഈസ് നോട്ടബിൾ വിത്ത് ദ 3 stanzas ഓഫ് വാരിയിങ് ലെങ്ത്. വാരിയിങ് ലെങ്ത് വെച്ചാൽ മനസ്സിലായി, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല എന്താണ് ആദ്യം കുറച്ചധികം ലൈൻസ് ഉണ്ട്, പിന്നെ കുറച്ച് കുറവാണ്, അവസാനം ആകെ 4-5 ലൈൻസ് ഇതിലുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയറ്റിന് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു, അത് കൂടാതെ നമ്മൾ എന്ത് പറഞ്ഞു? അപ്രീസിയേഷനും ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.